പ്രിയമുള്ളവരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവതരിപ്പിക്കുന്നത് മലയാള സിനിമയിലെ ആദ്യകാല നായകന്മാരെക്കുറിച്ചുള്ള സ്മരണകളാണ്. ഈ സ്മരണകൾ എൻ്റെ സ്മരണകളല്ല, എൻ്റെ ബാപ്പ എസ്.എ. ഫരീദിൻ്റെ സ്മരണകളാണ്. അദ്ദേഹത്തിന് മർച്ചൻ്റ് നേവിയിലായിരുന്നു ജോലി. വർഷത്തിൽ ലീവിന് വരുമ്പോൾ നാടകവും സിനിമയുടെയൊക്കെ പുറകെ ആയിരിക്കും. 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് മടങ്ങും. അങ്ങനെ വീട്ടിൽ കുടുംബവിശേഷങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കും അദ്ദേഹം സിനിമാ വിശേഷങ്ങൾ പറയുന്നത്, സിനിമാ താരങ്ങളെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതും ഡയറിയിൽ എഴുതി വച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരു ആത്മകഥ എഴുതണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് 2017 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ പ്രേംനസീർ സാറിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. വാപ്പ പ്രേംനസീർ സാറിനെ പരിചയപ്പെടുന്നത് 1958 അന്ന് എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഫിലിം വാരിക ഉണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപർ ടി ഭാസ്കരൻ സാറാണ്. ജയമാലതി ടി വാസുദേവൻ സാറിൻ്റെ അനിയനാണ് ഈ ഭാസ്കരൻ മാഷ്. ഇദ്ദേഹമാണ് ഫിലിമിൻ്റെ പ്രതിനിധിയായി വാപ്പായെ ചുമതലപ്പെടുത്തിയത്. വാപ്പായുടെ സിനിമയിലേക്കുള്ള താല്പര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് എവിടെയും കടന്നു ചെല്ലാനായിട്ട് ഒരു നല്ലൊരു എൻട്രി ആയിരിക്കും ഫിലിമിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ ഒരു ചലച്ചിത്ര പത്രപ്രവർത്തകനാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ മെർലാൻ സ്റ്റുഡിയോയിൽ പോയി പി സുബ്രഹ്മണ്യം മുതലാളിയെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. വാപ്പ വിദേശത്ത് പോയിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, കഥകൾ എഴുതുന്നതും. കൂട്ടത്തിൽ വളരെ വൈകിയാണ് ഇങ്ങനെ സിനിമയിൽ 1951 ചേച്ചി രക്തബന്ധം എന്ന 2 സിനിമയിൽ ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറയാം, നിങ്ങളിലൊരു നടനുണ്ട്, ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. മുതലാളി ഇങ്ങനെ പറഞ്ഞു, വരൂ, ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞ് താഴെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രേംനസീർ സാറ് ഇരിക്കുന്നു. അങ്ങനെ പ്രേംനസീർ സാറിനെ പരിചയപ്പെടുത്തുന്നത് സുബ്രഹ്മണ്യ മുതലാളിയാണ്. പ്രേംനസീർ സാറിനെ വാപ്പാക്ക് പരിചയപ്പെടുത്തുന്നത് അന്ന് തുടങ്ങിയുള്ള ബന്ധമാണ്. അപ്പോൾ നസീർ സാറിനെ ഇങ്ങനെ വിദേശ യാത്രകളെ കുറിച്ചും എഴുതുന്ന കഥകളൊക്കെ എഴുതുന്ന ആളാണെന്നൊക്കെ അതും പത്രപ്രവർത്തകൻ്റെ വേഷത്തിൽ ഇങ്ങനെ കാണുമ്പോൾ വളരെയേറെ കൗതുകത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഒരു സൗഹൃദം അദ്ദേഹം അവിടെ കാത്തു സൂക്ഷിച്ചു. അത് മരണം വരെ ഉണ്ടായിരുന്നു. പ്രേംനസീർ സാറുമായിട്ട് ഒരു 10-15ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഡയറക്റ്റ് കോമ്പിനേഷൻ വരുന്ന സിനിമകളെന്ന് പറയുന്നത് പണിതീരാത്ത വീട്, ഒഴുക്കിനെതിരെ, തിരുവോണം, അവളൊരു ദേവാലയം, ഇവനൊരു സിംഹം, തീരം തേടുന്നവർ എന്ന സിനിമകളാണ്. ഇതിലൊക്കെ അമ്മാവനായിട്ടോ അല്ലെങ്കിൽ കമ്പനി മാനേജറായിട്ടോ അല്ലെങ്കിൽ കമ്പനി മുതലാളിയായിട്ട്, പ്രിൻസിപ്പളായിട്ട് ഒക്കെയാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഈ സിനിമയുടെയൊക്കെ ഷൂട്ട് സമയത്ത് ബ്രേക്ക് ടൈമിലൊക്കെ വരുമ്പോൾ ഒരു ഷോട്ട് എടുത്ത് അടുത്തത് ഓക്കെ ആവണതിന് മുമ്പുള്ള ചില സമയങ്ങൾ കിട്ടുമ്പോൾ പ്രേംനസീർ സാറ് എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരുന്ന് വാപ്പായോട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ വാപ്പാക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ചമ്മലൊക്കെ, ആളുകളെ ഇത്രയും നോക്കിയിരിക്കുമ്പോൾ ഈ വലിയൊരു നടൻ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് ഇവർ തമ്മിൽ എന്താണ് ഇത്ര വലിയ ഇതെന്നുള്ള രീതിയൊക്കെ. അപ്പോൾ പതുക്കെ എഴുന്നേക്കുമ്പോൾ, ഇരിക്കണം മിസ്റ്റർ, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, ഇരിക്കൂ, സംസാരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് സംസാരിപ്പിക്കുമായിരുന്നു. അദ്ദേഹമായിട്ട് അഭിനയിച്ച മറക്കാനാവാത്തൊരു സിനിമ എന്ന് വാപ്പ ഡയറിയിൽ എഴുതിയിട്ടുള്ളത് അവളൊരു ദേവാലയമാണ്. അതിൻ്റെ ഷെഡ്യൂൾഡ് തീരണ ദിവസമാണ് വാപ്പയുടെ ഷൂട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് നിർഭാഗ്യവശാൽ പ്രേംനസീർ സാറിന് രാവിലെ തുടങ്ങി ഭയങ്കര കഠിനമായ തലവേദനയാണ്. തലവേദന സഹിക്കാതെ പ്രേംനസീർ സാറിങ്ങനെ റൂമിൽ കിടക്കുകയാണ്. അത് ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തു, എന്നിട്ടും അദ്ദേഹത്തിന് ആശ്വാസം കിട്ടിയില്ല. വാപ്പയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, എങ്ങനെ നസീർ സാറ് വരണേ, ആ ഷോട്ട് അല്ലെങ്കിൽ അത് മാറിപ്പോവുമല്ലോ, ഇത്ര വലിയ പ്രാധാന്യത്തോടുകൂടി അവർ കാണില്ലല്ലോ ഇങ്ങനെ ഒരു വേഷം. അപ്പം ഇങ്ങനെ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഡയറക്ടറും അവരൊക്കെ അത് പിന്നെ ചെയ്യാം, അത് പിന്നെ ആവട്ടെ എന്ന് ക്യാൻസൽ ചെയ്യാമെന്നിരിക്കുമ്പോൾ പ്രേംനസീർ സാറ് വരികയാണ്. ആ വരുന്നതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലേ ദിവസം വാപ്പ പറഞ്ഞിരുന്നു, നാളെ സാറേ നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷനാണ് എടുക്കുന്നത്. ഓ, നിങ്ങളാണോ,
പ്രിൻസിപ്പളായിട്ട് അഭിനയിക്കുന്നത്. കൊള്ളാമല്ലോ, നമുക്ക് നന്നായിട്ട് ചെയ്യാം എന്നൊക്കെ നസീർ സാർ ഇങ്ങനെ പറയുകയുണ്ടായി. ആ ഓർമ്മയിൽ വെച്ച് എങ്ങാനും പോവാതെ ഇരുന്നിട്ടെങ്കിൽ വാപ്പാക്ക് ആ വേഷം നഷ്ടപ്പെടുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ കൊണ്ടാണ് അദ്ദേഹം വേദന സഹിച്ചുകൊണ്ട് അവിടെ വന്നത്. അപ്പോൾ വാപ്പാക്ക് ഈ ക്യാരക്ടറും ശ്രദ്ധിക്കാണ്ട് നസീർ സാറിൻ്റെ സാന്നിധ്യത്തിലും വല്ലാത്തൊരു ഇതിലായി നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യൂ, കുഴപ്പമില്ല, പ്രശ്നമില്ല, നന്നായിട്ട് ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് പുള്ളി ഇതാക്കിയാണ്. പക്ഷേ എന്നിട്ട് ബാക്കിൽ പ്രേംനസീർ സാറിൻ്റെ ബാക്കിൽ ക്യാമറ ബാക്കിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. കാരണം മുഖത്ത് തലവേദന ശരിക്കും ഉണ്ടായിരുന്നു പ്രേംനസീർ സാറിൻ്റെ. മുഖം ബാക്കിൽ വെച്ച് ക്യാമറ ഷോൾഡറിൻ്റെ പുറകിൽ വെച്ചിട്ടാണ് വാപ്പായെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് 2-3 ഷോട്ടുകളൊക്കെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പുള്ളി കൈയൊക്കെ വെച്ച് കാണിച്ചിട്ട് പുള്ളി പെട്ടെന്ന് പോയി. അപ്പോൾ വാപ്പ വളരെ വേദനയോടുകൂടി ഓർമ്മിക്കുന്നു. ആ ഒരു നല്ലൊരു വേഷമായിരുന്നു പ്രിൻസിപ്പളിൽ. അദ്ദേഹത്തിന് റാങ്ക് കിട്ടിയതും പുള്ളിനെ ആശംസിക്കുന്നതും കുടുംബവിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതും നല്ലൊരു പ്രിൻസിപ്പളിൻ്റെ ഒരു വേഷമായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി വളരെയേറെ സന്തോഷം വാപ്പാക്ക് ഉണ്ടായിരുന്നു. നസീർ സാറ് വന്ന് ചെയ്തതിൽ പുള്ളി അത് വളരെ കണ്ണീരോടുകൂടി ഡയറിയിൽ അത് കുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നസീർ സാറിൻ്റെ കൂടെ അവസാനം കാണുന്നത് എന്ന് വെച്ചിട്ട് വെള്ളം എന്ന് പറഞ്ഞ സിനിമയാണ്. വെള്ളം പല സമയങ്ങളിലുമായിട്ട് ഒഴുകി അവസാനം ആലുവയിൽ വന്നിങ്ങനെ ശക്തമായ ഒഴിച്ചിലോടുകൂടി ആ സിനിമ പൂർത്തിയായതാണ്. അപ്പോൾ വെള്ളത്തിൽ ഇവർ തമ്മിൽ കോമ്പിനേഷൻ സീനില്ല. നസീർ സാറിനെ ഇങ്ങനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ നരച്ച വേഷത്തിൽ പ്രേംനസീർ സാർ ഇങ്ങനെ നിൽക്കുമ്പോൾ വാപ്പ ചോദിച്ചു, ഈ വേഷം സാറ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നസീർ സാറ് പറഞ്ഞു, ഞാൻ സിനിമയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നില്ല. എവർഗ്രീൻ, എപ്പോഴും നിത്യഹരിതനായി ആകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവം അത് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടാതെ യൗവനം നിലനിർത്തിക്കൊണ്ട് ഉള്ള ആ സമയത്ത് ഒരുപാട് പുതിയ യുവനായകന്മാരോട് ഒപ്പം അഭിനയിച്ചൊക്കെയാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. ആലുവയിൽ പത്മഭൂഷൺ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വീകരണത്തിന് ആലുവയുടെ കുറേ ആളുകളൊക്കെ കൂടി ഇപ്പോൾ നസീർ സാറുമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ബന്ധമുള്ള വാപ്പായെ ഒഴിവാക്കിക്കൊണ്ട് അവർ കുറേ ആളുകളെ ചേർന്ന് ചെയ്യുക. വാപ്പാക്ക് അതിൽ വളരെ മനപ്രയാസം ഉണ്ടായി. അങ്ങോട്ട് കയറി ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴേ ഷിപ്പിൽ നിന്ന് കോള് വന്ന് ടെലഗ്രാം വന്ന് അദ്ദേഹം പോവുകയാണ്, ബോംബെയിലേക്ക് പോവുകയാണ്. അപ്പോൾ വാപ്പ പറഞ്ഞു, സന്തോഷമായി, ഞാനിവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഞാനില്ലാതെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതിലും ഭേദമല്ല, ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇല്ലാത്ത സമയത്ത് നടക്കുന്നതെന്ന് പറഞ്ഞ് വാപ്പ ബോംബെക്ക് പോയി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ബോംബെയിൽ വാപ്പ എത്തിയതിൻ്റെ പിറ്റേ ദിവസം ബോംബെ മലയാളി അസോസിയേഷൻ്റെ പ്രേം നസീറിന് ഒരു സ്വീകരണം നൽകുകയാണ്. ആ സ്വീകരണത്തിൽ പങ്കെടുത്ത് അപ്പം വാപ്പ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നസീർ സാറുമായിട്ട് ബന്ധമുള്ള ഒരാളെ കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്, കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾക്ക്. അങ്ങനെ വാപ്പായ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നിർത്തി വളരെ മനോഹരമായിട്ട് ആ സ്വീകരണത്തിൽ വാപ്പ പങ്കെടുത്തു. വാപ്പക്ക് അത് വളരെയേറെ സന്തോഷം, ഒരു അവാർഡ് കിട്ടിയതുപോലെ ആയിപ്പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആലുവയിലെ സ്വീകരണമായിട്ട് അവിടെ ഇങ്ങനെ ഭയങ്കര ജനാവലി കൂടി. അതിൻ്റെ ഇടയിൽ എൻ്റെ ജ്യേഷ്ഠൻ അക്ബർ പ്രേംനസീർ സാറിന് മാലയിട്ട് സ്വീകരിച്ചു. ഞാൻ അടുത്ത് പോയിട്ട്, ഞാൻ SF ഫരീദിൻ്റെ മകനാണ് ജബ്ബാർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ വാപ്പ ഉണ്ടോ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ ഞാൻ പറയില്ല, പുള്ളി ആ തിരക്കിൻ്റെ ഇടയിൽ കണ്ടു. പക്ഷേ ആ തിരക്കിൽ തിരക്കി ആളുകൾ ടൗൺ ഹാളിലേക്ക് കയറുന്ന സമയത്തൊക്കെ നസീർ സാറിനെ പിച്ചിയെന്നുള്ളിലേക്ക് ചെയ്യുമായിരുന്നു. സാധാരണ നടികളെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നടന്മാരെയും അങ്ങനെ ചെയ്യുമായിരുന്നു. നസീർ സാറ് അസ്വസ്ഥനായിട്ട് എന്താ നിങ്ങൾ കാണിക്കുന്നത്, എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ രീതിയിൽ സംസാരിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്വീകരണമാണ് അവിടെ നടന്നത്. ആലുവയിൽ നദി ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ നസീർ സാറിനെ വീട്ടിലേക്ക് വാപ്പ വിളിക്കുകയായിരുന്നു. പുള്ളി സ്നേഹപൂർവ്വം ഒഴിവാകും, പോയിട്ടില്ല. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ലൊക്കേഷനിലുള്ളവർ വന്നെങ്കിൽ സാറിന് പള്ളിയിൽ പോകണം, ഇതാണെന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഇല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയും. ഒരിക്കൽ വാപ്പയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞേ, ഈ വെള്ളിയാഴ്ച ദിവസം വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവിടെ വരുമ്പോൾ അവരുടെ ഏകാഗ്രത കളയാൻ വേണ്ടി പ്രേം നസീർ അവിടെ ചെല്ലേണ്ട കാര്യമില്ല. അത്രമാത്രം കരുതലാണ് പുള്ളി. അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധ മുഴുക്ക പ്രേം നസീർ സാറിലേക്ക് വരും. അങ്ങനെ അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടും എന്നുള്ളൊരു കരുതൽ പുള്ളി പറഞ്ഞിരുന്നു. പിന്നെ വേറെ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ വിദേശ ഇതൊക്കെ പറയുമ്പോൾ സൗദി അറേബ്യ ഇതൊക്കെ പറഞ്ഞ്
കഴിഞ്ഞ് ഹജ്ജിൻ്റെ കാര്യമൊക്കെ സംസാര വിഷയമായപ്പോൾ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ മക്ക കാണണമെന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി കാണിച്ച കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാപ്പ ചോദിച്ചു ഹജ്ജ് ചെയ്യാനായിട്ട് സാറിന് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഹജ്ജ് നല്ല ഒരു കർമ്മം തന്നെയാണ്. അത് എല്ലാവരും അതേക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും വിശ്വാസികൾ ചെയ്യേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം അതുപോലെയുള്ള ജീവിതമായിരിക്കണം നയിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പുള്ളി ആ ഹജ്ജിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ ഇപ്പോൾ പല ആൾക്കാരും പ്രേംനസീർ സാറിൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പ്രേംനസീറും ഒരു മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കളിയാക്കി ട്രോൾ ചെയ്യാറുണ്ട്. സത്യത്തിൽ പ്രേംനസീർ സാർ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരനാണ്. കലാകാരൻ സമൂഹത്തിൻ്റെ പൊതു സ്വത്താണ്. ഏതെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളുമായിട്ട് അതിൻ്റെ ഇതായിട്ട് കാണുന്നവർക്ക് പ്രേംനസീർ സാറിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട് നേരിടും. കൃഷ്ണൻ്റെ വേഷത്തിലുള്ള പ്രേംനസീർ സാറിൻ്റെ ഫോട്ടോ തിരുവനന്തപുരത്ത് പല പൂജാമുറികളിലും അന്ന് ഇരിപ്പുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ള മനസ്സിൽ അകലങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് വളരെ കരുതലോടെയും സൂക്ഷ്മതയോ കൊണ്ടുമാണ് പ്രേംനസീർ സാർ അത്തരം മതപരമായ കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് വെച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഒരു കലാകാരന് വേണ്ടത്. കലാകാരൻ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിലോ ഒരു മതത്തിൻ്റെ ഇതിൽ പരിപൂർണമായിട്ടൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് പ്രേംനസീർ സാറ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റ് എതിർ പാർട്ടിക്കാർ അവരെ ശത്രുതയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ജനങ്ങളുടെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അത് പരിപൂർണ അർത്ഥത്തിൽ ഫലവത്തായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ മനോഹരവും ഗുണകരവുമായൊരു ലക്ഷ്യമായിരുന്നു. ഒരിക്കലും പകരം വെക്കാനാവാത്ത ആളെന്ന് പറയും പ്രേംനസീർ സാറിനെ കുറിച്ച്. കാരണം നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൻ്റെ ആദ്യത്തെ കളക്ഷൻ എടുക്കാൻ വേണ്ടി അതിൻ്റെ പിരിവിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മദ്രാസിലേക്ക് പോകും. അവസാന കാലത്തൊക്കെ പുള്ളിക്ക് അങ്ങനെ സംഭാവന കൊടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അതുമാത്രം പൈസ ഇല്ലെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആരെയും നിരാശനാക്കാതെ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് പോകും. അദ്ദേഹത്തിൻ്റെ ഇത് കോൾ ഷീറ്റ് ചോദിച്ച് വരുന്ന ആളുകളോടും അങ്ങനെയായിരുന്നു. കാരണം ആ റോള് വേറൊരാൾക്ക് കൊടുത്ത് അവർക്കത് കിട്ടും എന്നുള്ളത് കൊണ്ടല്ല പുള്ളി കൊടുത്തുകൊണ്ടിരുന്നത്. പ്രേംനസീർ എന്ന വ്യക്തിയെ ആശ്രയിച്ച് അതിനെ പ്രതീക്ഷിച്ച് വരുന്നവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ആ പടം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സഹായങ്ങൾ ചെയ്യുകയും അടുത്ത പടത്തിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് സഹായമൊക്കെ പ്രേംനസീർ സാർ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഉള്ള നയങ്ങൾ മദ്രാസിൽ സഹായങ്ങൾ ചോദിച്ച് പ്രേംനസീർ അവിടെ സാറിൻ്റെ വീട്ടിൽ പലരും വരും. ഒരുപാട് ആൾക്കാർ പ്രേംനസീർ സാറിൻ്റെ വീട്ടിൽ പോയി സഹായങ്ങൾ നാട്ടിൽ പോകാനും ഒക്കെ ഒരുപാട് ആൾക്കാർ അവിടെ കയറിയിരുന്നല്ലോ. അങ്ങനെ സഹായങ്ങൾ കൊടുക്കാനൊക്കെ വളരെ ഇതായിട്ടുള്ള നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രേംനസീർ സാറ്. ഇപ്പോഴും നമ്മുടെ പുതിയ നടന്മാർ ഒക്കെ ഈ രീതിയിൽ പ്രേംനസീറിൻ്റെ ചെയ്യുന്നത് പോലെയുള്ള നന്മകൾ ചെയ്യുന്ന ഒരുപാട് നടന്മാരുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ നന്മകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രേംനസീർ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റാണ്, ജീവിത പാഠങ്ങളാണ്. അങ്ങനെ അദ്ദേഹം പുലർത്തിയിരുന്ന പല പാഠങ്ങളും അനുകരിച്ചും അല്ലാതെയും സ്വയമേ തന്നെയും ഒക്കെ പല നടന്മാരും ഇന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രേംനസീർ സാറിനെ നമ്മൾ പല നടന്മാരിലൂടെയും പല നന്മകളായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നന്മകൾ നിറഞ്ഞ ഒരു മലയാള സിനിമാ ലോകം ഉണ്ടാവട്ടെ, തുടർന്നുകൊണ്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.